നമസ്കാരം. ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുന്നുകൾക്കിടയിലുള്ള ശാന്തമായ ഒരു ഗ്രാമത്തിൽ രാജ് എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. സങ്കീർണമായ മരം കൊത്തുപണികൾക്ക് പേര് കേട്ട ഒരു ശില്പിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രശസ്തി ഗ്രാമത്തിനപ്പുറത്തേക്ക് വളർന്നു. വിദൂര നഗരങ്ങളിൽ തന്റെ സൃഷ്ടികൾ വിറ്റ് അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടാക്കാമായിരുന്നു. എന്നാൽ അവൻ അതിൽ തൽപരനായിരുന്നില്ല. തനിക്ക് എങ്ങനെ കൂടുതൽ മനോഹരങ്ങളായ ശില്പങ്ങൾ ഉണ്ടാക്കാം എന്നതായിരുന്നു അവന്റെ ശ്രദ്ധ. ഒരു ദിവസം ഒരു വൃദ്ധ സന്യാസി ആ ഗ്രാമത്തിലൂടെ കടന്നുപോയി. രാജിന്റെ മനോഹരങ്ങളായ കൊത്തുപണികൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തിൽ ആകൃഷ്ടനായ സന്യാസി രാജിനെ സമീപിച്ച് ചോദിച്ചു, എന്തിനാണ് ഈ മഹത്തായ കലാരൂപങ്ങൾ കൊത്തിയെടുക്കുന്നത്? ചോദ്യം കേട്ട് അല്പം അമ്പരന്ന രാജ് മറുപടി പറഞ്ഞു, എനിക്ക് സമാധാനം ലഭിക്കുന്നതിനാലാണ് ഞാൻ ഇവ കൊത്തിയെടുക്കുന്നത്. സൗന്ദര്യം സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്സുകനാണ്. എന്നാൽ എനിക്ക് ഇതിലും കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സന്യാസി മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, സൃഷ്ടിയിൽ തീർച്ചയായും വലിയ ശക്തിയുണ്ട്. എന്നാൽ സേവനത്തിൽ അതിലും വലിയ ശക്തിയുണ്ട്. നിങ്ങളുടെ കല മറ്റുള്ളവരെ എങ്ങനെ സേവിക്കുമെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തന്റെ കലയെക്കുറിച്ച് രാജ് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ജിജ്ഞാസയോടെ അദ്ദേഹം ചോദിച്ചു, എന്റെ കൊത്തുപണികൾ എനിക്കല്ലാതെ മറ്റുള്ളവരെ എങ്ങനെ സേവിക്കും? സന്യാസി ഗ്രാമീണ ചത്തുരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അവിടെ ആളുകൾ ദൈനംദിന ജോലിക്കായി ഒത്തുകൂടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പലരും അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യവും അർത്ഥവും തേടുന്നു. ചിലർക്ക് ആശ്വാസം ആവശ്യമാണ്, മറ്റു ചിലർക്കാകട്ടെ പ്രതീക്ഷയും. നിങ്ങളുടെ ജോലികൾ വിൽക്കുന്നതിലൂടെയല്ല, മറിച്ച് മറ്റുള്ളവരുമായി പങ്കിടുന്നതിലൂടെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഇവ എത്തിച്ചേരാനുള്ള വഴി. വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട രാജ് തന്റെ കഴിവ് മറ്റുള്ളവരെ സേവിക്കാനായി ഉപയോഗിച്ചു തുടങ്ങി. ഗ്രാമവാസികൾക്കായി ലളിതവും എന്നാൽ മനോഹരങ്ങളുമായ വസ്തുക്കൾ കൊത്തിയെടുത്താണ് അദ്ദേഹം ആരംഭിച്ചത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം, സ്ഥിരമായി നടക്കാൻ കഴിയാത്ത പ്രായമായ ഒരു സ്ത്രീക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്ക്, ദുഃഖിതരായ ഒരു കുടുംബത്തിന് ആശ്വാസകരമായി ലിഖിതങ്ങൾ എഴുതിയ ഒരു മരത്തടി, പുതിയവ വാങ്ങാൻ കഴിവില്ലാത്തവർക്കായി അദ്ദേഹം ഫർണിച്ചറുകളും ഉപകരണങ്ങളും നന്നാക്കി കൊടുത്തു. കാലം കടന്നു പോകുന്തോറും രാജിന്റെ ഹൃദയത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സംതൃപ്തി നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കൊത്തുപണികൾ ഒരിക്കൽ അവരുടെ സൗന്ദര്യത്തിന് മാത്രം മതിപ്പുളവാക്കുന്നവയായിരുന്നു. ഇപ്പോഴാകട്ടെ രോഗശാന്തിയുടെയും പ്രതീക്ഷയുടെയും ബന്ധത്തിന്റെയും കഥകൾ ഉൾക്കൊള്ളുന്നു. ആളുകൾ അദ്ദേഹത്തെ കേവലം ഒരു കലാകാരനായിട്ടല്ല, സേവന മനോഭാവം ഉൾക്കൊള്ളുന്ന ഒരാളായിട്ടാണ് കണ്ടത്. ഒരു ദിവസം ആ സന്യാസി ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. തന്റെ ദയയെക്കുറിച്ച് വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഗ്രാമീണർ രാജിനെ വളയുന്നത് കണ്ട് സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സേവന കലയിൽ വൈദഗ്ധ്യം നേടിയിരിക്കുന്നു. യഥാർത്ഥ സംതൃപ്തി തനിക്കു വേണ്ടി സൃഷ്ടിക്കുന്നതിൽ നിന്നല്ല, മറിച്ച് മറ്റുള്ളവർക്കായി സ്വയം നൽകുന്നതിലൂടെയാണ്. ഒടുവിൽ സന്യാസിയുടെ ജ്ഞാനം മനസ്സിലാക്കിയ രാജ് തലയാട്ടി. ഒരിക്കൽ സ്വന്തം സംതൃപ്തിയിൽ ശ്രദ്ധിച്ച അവന്റെ ജീവിതം ഒരു ലക്ഷ്യമായി രൂപാന്തരപ്പെട്ടു. സേവനത്തിന്റെ യഥാർത്ഥ കല തന്റെ കൈകളുടെ വൈദഗ്ധ്യത്തിലല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഔദാര്യത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനാൽ രാജ് സമ്പത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, തനിക്ക് ചുറ്റുമുള്ളവരെ സേവിക്കുന്നതിനായി കൊത്തിക്കൊണ്ടിരുന്നു. ഓരോ ദയാപ്രവൃത്തിയിലും സന്തോഷവും അർത്ഥവും കണ്ടെത്തി. അവന്റെ പൈതൃകം അവൻ രൂപപ്പെടുത്തിയ മരത്തിലല്ല, അവൻ തൊട്ട ജീവിതങ്ങളിലായിരുന്നു. നന്ദി. വീണ്ടും കാണാം.